Hello guys, welcome back to another episode of collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് BCA പോലൊരു കോഴ്സ് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം. അപ്പോൾ BCA കുറിച്ചിട്ടും BCA പഠിക്കാൻ ആരൊക്കെ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ BCA പഠിച്ചെങ്കിൽ നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ BCA ചൂസ് ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ബാംഗ്ലൂർ ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ്റെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ. പോരാത്തതിന് കുറേ അധികം IT കമ്പനീസ് ആയിട്ടുള്ള വിപ്രോ, TCS, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ഹോം തന്നെ വേണമെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിനെ പറയാം. അപ്പോൾ ഒരു ടെക് ഫേം ആയിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു BCA കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്സ് കിട്ടാനും അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഉള്ള അവസരങ്ങൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് BCA പോലൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ബാംഗ്ലൂരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത്. പോരാത്തതിന് ബാംഗ്ലൂരിൽ തന്നെ ഒരുപാട് ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആൻഡ് ഈ യൂണിവേഴ്സിറ്റീസിനൊക്കെ ഒരുപാട് MNCs ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു കമ്പനീസിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ബാംഗ്ലൂരിലുള്ള കോളേജസിന് സാധിക്കും. ഇപ്പോൾ എന്ന് പറയുന്നത് IT കമ്പനീസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതേപോലെ തന്നെ IT സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് കൂടുതലുള്ളൊരു ടൈമാണ്. സോ BCA പോലൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ആ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജും അതേപോലെ തന്നെ ആ കോളേജിൽ നിൽക്കുന്ന സിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാംഗ്ലൂർ പോലൊരു സിറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ IT ഹബ്സ് ഒക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്സ്, പ്ലേസ്മെൻറ്റ്സ് ഒരുപാട് നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് MNCs ഉള്ളൊരു പ്ലേസാണ് ബാംഗ്ലൂർ. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾ വളരെ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 10,000+ സ്റ്റാർട്ടപ്പുകളാണ് ബാംഗ്ലൂരിൽ മാത്രമായിട്ടുള്ളത്. സോ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു BCA ഗ്രാജുവേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാർട്ടപ്പിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക അല്ലെങ്കിൽ ജോബ് റോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് ടോപ്പ് MNCsനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ ഈ സ്റ്റാർട്ടപ്സിലൊക്കെ അവർക്ക് വർക്ക് ചെയ്തിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ബാക്കി MNCsiലോട്ട് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതേപോലെ തന്നെ ഈവൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് BCA പഠിച്ചു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ BCA പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ പറയുണ്ടായി ബാംഗ്ലൂരിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കുറേ അധികം മൾട്ടിനാഷണൽ കമ്പനീസായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് സർട്ടിഫിക്കേഷൻ കോഴ്സസ് അവരുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു IT കമ്പനീസിൻ്റെ ഒക്കെ CEOസിനെ അല്ലെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സിനൊക്കെ ഡയറക്റ്റ് കണ്ട് സംസാരിക്കാനും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫെസിലിറ്റീസിനെക്കാട്ടിലും എന്തായാലും ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിൽ ഒരുപാട് കൂടുതലായിരിക്കും. പോരാത്തതിന് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ, പിന്നെ അവരുമായിട്ടുള്ള മീറ്റപ്സ്, സെമിനാർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും നമുക്ക് ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. പിന്നെ പോരാത്തിന് നമ്മൾ പറഞ്ഞു ഗൂഗിൾ, ആമസോൺ പോലുള്ള ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരു ഹോം തന്നെയാണ് ബാംഗ്ലൂർ. അപ്പോൾ ഇത്തരം കമ്പനീസിൻ്റെ ഒക്കെ റിക്രൂട്ടേഴ്സ് ഓരോ വർഷവും ബാംഗ്ലൂരിലെ പ്രീമിയം കോളേജസിലൊക്കെ വരാറുണ്ട്. സോ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സിനായാലും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതൊക്കെ ഈ ഒരു ബാംഗ്ലൂരിൽ പഠിച്ചു കഴിഞ്ഞാലായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്ലേസ്മെൻറ്റിലൂടെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനീസിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കുറേ അധികം വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വരും നമുക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനീസിലോട്ട് എത്തിപ്പെടാനായിട്ട്. അല്ല ബാംഗ്ലൂർ ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലേസ്മെൻറ്റ്സിലൂടെ തന്നെ നമുക്ക് ആ ഒരു കമ്പനീസിലോട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് എത്താനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് നമ്മുടെ ബാംഗ്ലൂർ തന്നെ നമ്മൾ പറഞ്ഞു കുറേ അധികം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ പേര് കേട്ടിട്ടുണ്ടാവും. ജെയിന്, ക്രൈസ്റ്റ്, രാമയ്യ പോലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവർക്കൊക്കെ ഈ ഒരു MNCsuമായിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു എക്സ്പോഷർ കിട്ടുക ഈ ഒരു ബാംഗ്ലൂരിൽ പഠിച്ചാലായിരിക്കും.
പോരാത്തതിന് നമ്മൾക്കറിയാം BCA തന്നെ കുറേയധികം സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്പെഷ്യലൈസേഷൻസ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു BCAൻ്റെ സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യാനായിട്ട്. പോരാത്തതിന് നമ്മൾ BCA പോലൊരു കോഴ്സ് എന്തായാലും എടുക്കുന്നത് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഈ ഒരു കരിയറിലോട്ട് വരുന്നത് എത്രയും പെട്ടെന്ന് ജോബ് കിട്ടുക അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഈ ഒരു BCA ഫീൽഡിലോട്ട് വരുന്നത് തന്നെ ഈ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജോബ് കിട്ടുക ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ സ്റ്റുഡൻസും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ സിറ്റി ചൂസ് ചെയ്യുന്നതും കോളേജ് ചൂസ് ചെയ്യുന്നതും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ കോഴ്സിനുള്ള സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുന്നതും. ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് BCA തന്നെ ഉണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ കിട്ടാൻ പോകുന്ന AI, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡെവോപ്സ് ഇത്തരത്തിലുള്ള എന്താ പറയുക സ്പെഷ്യലൈസേഷൻസ് ഒക്കെ കൂടുതലും വരുന്നത്, അതും പ്രാക്ടിക്കൽ നോളജ് കൂടുതൽ തന്നുകൊണ്ട് വരുന്നത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തുള്ള കോളേജസിലായിരിക്കും. നാട്ടിൽ കിട്ടില്ല എന്നല്ല, നാട്ടിൽ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറീസ് പോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ബാംഗ്ലൂരിലായിരിക്കും. അപ്പോൾ BCA പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോബ് കിട്ടുക, അതും ടോപ്പായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ തന്നെ ജോബ് കിട്ടുക എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരിക്കും ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ പ്രീമിയം കോളേജസിൽ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ബെറ്റർ കോളേജസിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം, കോളേജ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.